ഇനി പണിക്കാര് കുറവാണെങ്കിൽ ഞങ്ങൾ കൂടിക്കോട്ടെ. യെല്ലോ അലർട്ട് ആണ്. യെല്ലോ അലർട്ട് പലയിടത്തും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മഴ ഉണ്ട് എന്നല്ല ഞാനിപ്പോ അതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഒരു വീഴ്ച ഇടാൻ പറ്റുമോ നോക്കാം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. തച്ചനാട്ടുകര പഞ്ചായത്തിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ അപകടക്കുഴികൾ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. അപകടം വിളിച്ചു വരുത്തുന്ന മരണക്കുഴികൾ ഇല്ലാതാക്കി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നുപോകുന്ന തച്ചനാട്ടുകര പഞ്ചായത്ത് പരിധിയിൽ റോഡ് പല ഭാഗത്തും തകർന്ന് സഞ്ചാര യോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ്. ദേശീയപാത കടന്നുപോകുന്ന തൊടുകാപ്പിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറിയിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് തച്ചനാട്ടുകര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടാനും പരാതി നൽകാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി സബ് ഡിവിഷണൽ ഓഫീസിലെത്തിയത്. സ്ഥലത്തില്ലാതിരുന്ന എഇയെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് യൂത്ത് ലീഗ് ഭാരവാഹികൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചത്. ദേശീയപാതയിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എഇയുടെ ഭാഗത്തുനിന്ന് ധിക്കാരത്തോടെയുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും വാഹനയാത്രികർക്ക് ഭീഷണിയായ പാതയിലെ കുഴികൾ അടയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാകാത്തതിനാലാണ് ഉപരോധ സമരം നടത്തിയതെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റഷീദ് മുറിയം കണ്ണി പറഞ്ഞു. ഇന്ന് എഇനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കുഴി അടച്ചു തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്നു. ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. എഇനോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓഫീസിലെ ഒരു സ്റ്റാഫ് എക്ക് ആയിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അങ്ങനെ ഫോണിൽ സംസാരിച്ചേക്ക് എ ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞപ്പോൾ ബന്ധപ്പെടാൻ താല്പര്യമല്ല എന്നുള്ള രീതിയിലാണ്, ധാർഷ്ട്യ രൂപത്തിലാണ് എ മറുപടി പറഞ്ഞത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉപരോധവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മുന്നിൽ ഇരിക്കാനുള്ള പ്രധാന കാരണം അതാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചാലേ അധികൃതർ കണ്ണു തുറക്കൂ എന്ന സമീപനം ശരിയല്ലെന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ തെക്കുമുറി പറഞ്ഞു. ജീവൻ പോയി കഴിഞ്ഞിട്ട് കുഴി അടക്കലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് മിനിസ്റ്റർ തലങ്ങളിലോ അല്ലെങ്കിൽ MLA മുഖാന്തരങ്ങളോ ജനപ്രതിനിധികളോ അടങ്ങുന്ന ഒരു സംഘം വന്നുകൊണ്ട് അതിനെ ഇന്ന കാരണമാണ് എത്രയും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുന്നതിന്റെ മുന്നേ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളുടെയും മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇത് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്ക് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാകാതെ വന്നതോടെയാണ് പെരിന്തൽമണ്ണയിലെ നാഷണൽ ഹൈവേ അതോറിറ്റി സബ് ഡിവിഷണൽ ഓഫീസിൽ പരാതി നൽകാനെത്തിയതെന്നും എയിൽ നിന്നും ധിക്കാരപരമായ സമീപനമുണ്ടായതോടെയാണ് സമരം നടത്തേണ്ടി വന്നതെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റാഷി കുണ്ടൂർക്കുന്ന് പറഞ്ഞു. ഈ ഒരു ഗൗരവ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്നാൽ എയുടെ ഭാഗത്തു നിന്ന് വളരെ ധിക്കാരമായ ഒരു സമീപനമാണ് ഞങ്ങളോട് സ്വീകരിച്ചത്. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. നേരത്തെ ഇവിടെ AXC ആണ് ഉണ്ടായിരുന്നത്. മാഡത്തിനോട് സംസാരിച്ചു. എയോട് ഫോണിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 20 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, ഈ ഒരു വിഷയം നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേറൊരു സൈറ്റിലാണ്, താല്പര്യമില്ലാത്ത രീതിയിലാണ് മറുപടി തന്നത്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഇന്നിപ്പോൾ ഈ സമരവുമായിട്ട് ഈ ഒരു കുത്തിരിപ്പ് സമരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗ് ഭാരവാഹികളായ നിസാർ തെക്കുമുറി, റാഷി കുണ്ടൂർക്കുന്ന്, റഷീദ് മുറിയം കണ്ണി, ഉനൈസ്, നവാസ് അണ്ണാൻ തുടി, EK റഷീദ്, CP സൈദലവി, റിയാസ് തൊടുക്കാപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത്. ഇനി പണിക്കാര് കുറവാണെങ്കിൽ ഞങ്ങൾ കൂടിക്കോട്ടെ. മഴ പെയ്താൽ അവിടെ ഒരു ദിവസം പോയി MLA പറഞ്ഞവരോട് ഞങ്ങൾ ടാറിന് ചോദിച്ചു. ഞാനിപ്പോ അതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഒരു വീഴ്ച ഇടാൻ പറ്റുമോ നോക്കാം. യെല്ലോ അലർട്ട് ആണ്. യെല്ലോ അലർട്ട് പലയിടത്തും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മഴ ഉണ്ട് എന്നല്ല നിങ്ങൾക്ക് എന്താ വേണ്ട പ്രശ്നത്തിന് പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ വേണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ സാധനം ഞാൻ നിങ്ങൾ ഇത് ഇമ്പോർട്ടൻസ് എടുക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ 2 ദിവസം പരിഹാരം
തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടന്ന ചർച്ചയിൽ റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാര യോഗ്യമാക്കുമെന്ന ഉറപ്പു ലഭിച്ചതോടെയാണ് സമരം അവസാനിച്ചത്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.